ഹായ് മഗൾസ്, ഇദ്ദേഹമാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരറിയുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആർക്കൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മന്ത്രിയെ, നമ്മുടെ സ്വന്തം മന്ത്രിയുടെ പേരറിയാമെന്ന്. സോ ഗൈസ്, കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് സ്കൂൾ തുറക്കുക. ഗൈസ്, നമ്മുടെ വെക്കേഷനൊക്കെ തീർന്ന് നിങ്ങൾ പെരുന്നാൾ അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ, പെരുന്നാൾ 28 29 അങ്ങോട്ട് കഴിയുമ്പോഴേക്കും 1-ാം തീയതി ജൂൺ 1-ന്, ഇതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലമൊക്കെ ജൂൺ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു, 1 2 3 കഴിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലമൊക്കെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ഇക്കൊല്ലം ജൂൺ 1-ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ സജീവമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഏറെക്കുറെ 80% അതിൻ്റെ പ്രിൻറ്റിംഗ് ഒക്കെ പൂർത്തിയായി. നിങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പോ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടും. സോ ഫുൾ സജ്ജമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുള്ളത് എന്നിൻ്റെ മക്കൾ ഒന്നറിയണം. സോ ഗൈസ്, ഈ 1-ാം തീയതി സ്കൂൾ തുറക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എടാ, നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പുതിയ ക്ലാസ് ടീച്ചർ അല്ലേ, ക്ലാസ് ടീച്ചർ മുമ്പിൽ നമുക്കൊന്ന് ഷോ കാണിക്കണ്ടേ? അങ്ങനല്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കണ്ടേ? സോ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നത് ഏത് ക്ലാസ്സിലെ മക്കളാണെന്നുണ്ടെങ്കിലും നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു 1-ാമത്തെ പാടെങ്കിലും എല്ലാ സബ്ജക്റ്റിലും നമുക്കൊരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, ആ ടീച്ചർ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എന്താ പറയുക, ടീച്ചറോട് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാം. ടീച്ചർ ഇപ്പോൾ വെറുതെ ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ സർ എനിക്കറിയാം, മിസ്സേ എനിക്കറിയാം, ടീച്ചർ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പം നിങ്ങൾ വേറെ ലെവലാവും. സോ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഏത് ക്ലാസ്സിലെ മക്കളാണെന്നുണ്ടെങ്കിലും എജുപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ അങ്ങ് ജോയിൻ ചെയ്തോ. ഇതാണ് എജുപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ. ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഈ നമ്പറിൽ വേഗം കോൾ ചെയ്യുക. എന്നിട്ട് എജുപോഡിൽ കുറേ ഓഫേഴ്സ് ഉണ്ട്. സോ ആ ഓഫേഴ്സിനൊക്കെ പറ്റി വിളിച്ച് ചോദിച്ചു നോക്കുക, എന്താണ് ഇപ്പം ജോയിൻ ചെയ്താലുള്ള ഓഫർ, എന്താ സാറേ, എത്ര രൂപയാണ്, അപ്പോൾ കുറവ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള ഒക്കെ ഡീറ്റെയിൽസ് മൊത്തം ഇവർ പറഞ്ഞുതരും. എജുപോഡിൻ്റെ എല്ലാ പ്രത്യേകത ഇവർ പറഞ്ഞുതരും. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇപ്പോൾ ജോയിൻ ചെയ്ത ക്ലാസ്സിലെ ടോപ്പർ ആവാന്ന് മാത്രമല്ല സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ കണ്ണിലുണ്ണിയാവാൻ എൻ്റെ മക്കൾക്ക്. സോ ഗൈസ്, ഇനിയും മടിച്ച് നിൽക്കരുത്. വെൽക്കം ടു എജുപോഡ്, നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് സ്വാഗതം. അതിൻ്റെ ലിങ്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിലുള്ള 1-ാമത്തെ കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. സോ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പെരുന്നാളൊക്കെ ഉഷാറാക്കുക, അടിച്ചു പൊളിക്കുക. വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ തുറക്കാൻ പോവാണ്. ബാഗുകളൊക്കെ വാങ്ങിക്കോ, പൊളിച്ചടക്കിക്കോ. സോ നമ്മൾ സൂപ്പർ ബാച്ച് വിളിച്ച് കാണാം. ബൈ.